സഹോദരങ്ങൾ തമ്മിലുള്ള ലൈംഗികത ഒരു മലയാള സിനിമയിൽ പ്രധാന പ്രതിപാദ്യ വിഷയമായി വന്നിരിക്കുകയാണ്. അത് സമൂഹ മാധ്യമത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഈ സിനിമ നാരായണീൻ്റെ മൂന്നാം മക്കൾ എന്ന ഈ സിനിമ പുറത്തു വന്ന അന്ന് തന്നെ കാണുകയും അന്ന് ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തതാണ്. അഭിപ്രായങ്ങൾ യൂട്യൂബിലുൾപ്പെടെ ഇട്ടതുമാണ്. എന്തുകൊണ്ടും അതത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. ചിലരൊക്കെ കമൻ്റ് ഇടുന്നു, ചിലരൊക്കെ ചോദിക്കുന്നു ഇതിൻ്റെ ലിങ്ക് എവിടെ കിട്ടും, ഇതെവിടെ കാണാൻ പറ്റും. സിനിമയിൽ വളരെ കുറച്ച് പേർ, ഞാൻ ഈ ചിത്രം തിയേറ്ററിൽ കാണുമ്പോൾ 10-12 പേരിൽ നിന്നും മാത്രമാണ് ഈ സിനിമ കാണുന്നത്. വളരെ നല്ല രീതിയിൽ ചെയ്ത ഒരു സിനിമ, മനോഹരമായ ഒരു മേക്കിംഗ് രീതിയുള്ള സിനിമ, നല്ല ഒരു സ്ക്രിപ്റ്റ് ഉള്ള സിനിമ, എല്ലാവരും തന്നെ ഭംഗിയായി അഭിനയിച്ചിട്ടുള്ള സിനിമ. പക്ഷെ അതിൽ ഇങ്ങനെ ഒരു വിഷയം വന്നു എന്നത് ഇപ്പോഴാണ്, ഈ സിനിമ തിയേറ്ററുകളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് സഹോദരങ്ങളുടെ മക്കൾ തമ്മിൽ ഉണ്ടായി പോകുന്ന ഒരു ലൈംഗികതയാണ്. ഏറെ അടുത്ത് ഇടപെടുകയും വളരെ കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ചില ഘട്ടത്തിൽ ആ ഇടപെടലുകളിലെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുകയും അവർ തമ്മിൽ ശാരീരികമായ ബന്ധപ്പെടലുകൾ, ശാരീരികമായ ചില ഓമനിക്കലുകളിൽ തുടങ്ങി അത് ചില ബന്ധങ്ങളിലേക്ക്, ശാരീരിക ബന്ധങ്ങളിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു എന്നതാണ് ഈ സിനിമയിലൂടെ പുറത്ത് കാണിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള ലൈംഗികതയല്ല ഈ സിനിമയിൽ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ള ലൈംഗികതയാണ്. സഹോദരങ്ങളുടെ മക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്ന രീതി കേരളത്തിലുണ്ട്. അത് പ്രധാനമായും മുറച്ചെറുക്കൻ മുറപ്പെണ്ണ് എന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ രക്തബന്ധത്തിലുള്ളവർ തമ്മിലുള്ള വിവാഹത്തെ അത്ര പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് വൈദ്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. എന്നാൽ പണ്ട് എങ്ങനെ ഈ രീതി ഉണ്ടായി? സഹോദരന്റെ മകനും സഹോദരിയുടെ മകളും തമ്മിൽ വിവാഹം കഴിക്കാം. എന്നാൽ സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ വിവാഹം പറ്റില്ല, ലൈംഗികത പറ്റില്ല. സഹോദരിമാരുടെ മക്കൾ തമ്മിൽ ലൈംഗികത പറ്റില്ല, വിവാഹം പറ്റില്ല. അതെന്തുകൊണ്ടാണ്? സഹോദരന്റെ മകൻ സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കുന്ന രീതി പണ്ടുണ്ട്. മുറച്ചെറുക്കനും മുറപ്പെണ്ണും എന്നൊക്കെ പറയുന്ന രീതി. അത് തറവാട്ടിലെ അധികാരങ്ങൾ അമ്മാവന്മാർ കൈയടക്കി വെച്ചിരുന്ന ഒരു കാലമുണ്ട്. അമ്മാവന്റെ കയ്യിലാണ് സ്വത്തുക്കളൊക്കെ. അപ്പൊ സഹോദരിയുടെ മകളെ ഈ സഹോദരന്റെ മകന് വിവാഹം കഴിച്ചു കൊടുത്താൽ സ്വത്ത് പുറത്തു പോകില്ല, അവിടെ തന്നെ ഇരുന്നോളും. അപ്പൊ അതുകൊണ്ട് ഉണ്ടായ ഒരു രീതിയാണത്. പ്രത്യേകിച്ചും നായർ തറവാടുകളിലാണ് ഈ രീതി പിന്തുടർന്ന് പോന്നിട്ടുള്ളത്. തറവാട് എന്നത് യഥാർത്ഥത്തിൽ നായന്മാർക്കുള്ള ഒന്നാണ്, നായർ സമുദായത്തിൽ ഉള്ള ഒന്നാണ്. പക്ഷെ ഇപ്പോൾ പരക്കെ എല്ലാവരും, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ, ഏറ്റവും സാധാരണക്കാരായ മറ്റു മനുഷ്യർ, ദളിതർ, പിന്നോക്ക വിഭാഗക്കാർ, അങ്ങനെയുള്ളവരൊക്കെ തന്നെയും പറയാറുണ്ട് തറവാട്ടിൽ പോകുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ തറവാട് എന്ന പ്രയോഗം ഉണ്ടായിരുന്നത് നായർ കുടുംബങ്ങളിലാണ്, നായർ തറവാടുകളിലാണ്. തറവാട് എന്ന് പറയുമ്പോൾ തന്നെ ആ വീട്ടിലെ അധികാരങ്ങൾ അമ്മാവന്റെ കയ്യിൽ കൈയടക്കി വെക്കുകയും സഹോദരിയെ, ആ അമ്മാവന്റെ അനുജത്തിയെ ഒക്കെ വിവാഹം കഴിച്ച് പുറത്തേക്ക് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് വന്ന് സംബന്ധം കൂടലാണ്. ആ ഒരു കാലത്ത് ഉണ്ടായ രീതി തന്നെയാണ് ഈ സഹോദരന്റെ മകനും സഹോദരിയുടെ മകളും തമ്മിലുള്ള വിവാഹം. അത്തരം തറവാട്ടിലെ അധികാര പ്രവണതയ്ക്കെതിരെ, അമ്മാവന്മാർ കൈയടക്കി വെച്ചിരുന്ന അധികാരത്തിനെതിരെയൊക്കെയുള്ള പോരാട്ടങ്ങളും ശബ്ദങ്ങളുമാണ് MT ഉൾപ്പെടെയുള്ളവരുടെ രചനകൾ. എന്തായാലും ഇപ്പോൾ ഇത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്തായാലും ഇത്തരത്തിൽ കുടുംബത്തിനകത്ത് ഉണ്ടാകുന്ന ഇത്തരം ബന്ധങ്ങളെ പ്രവചീകരിക്കുന്ന തരത്തിലുള്ള സിനിമകൾ വേണോ വേണ്ടയോ എന്നത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ തന്നെയും സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ഇതിനപ്പുറവും നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മലയാള സിനിമയിൽ വേണോ വേണ്ടയോ എന്നത് നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്.